ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതൊന്നുമല്ല, ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ വീട്ടുവളപ്പിലുള്ള നെല്ലിയിൽ നിന്നും പറിച്ചെടുത്തതാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുവളപ്പിലുണ്ടായ നെല്ലിക്കയാണിത്. ഇത് കണ്ടോ, കൊല കൊലയായിട്ട് ഒരു കൊലയിൽ എത്ര നെല്ലിക്കയാണെന്ന് നോക്കിയേ. ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറയായ നെല്ലിക്ക ദിവസം ഒരെണ്ണം കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക വൈറ്റമിൻസും ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുളിയും ചവർപ്പും കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കഴിക്കാൻ മടിയാണ്. നമ്മുടെ ഈ നെല്ലിക്ക നമ്മൾ മരത്തിൽ നിന്ന് ഫ്രഷായിട്ട് തന്നെ നമ്മൾ പറിച്ചെടുത്തതാണ്. ഇത് കണ്ടോ, കൊല കൊലയായിട്ട് പിടിച്ച് നിൽക്കുന്ന കണ്ടോ, നല്ല വിളഞ്ഞ് പാകമായി കിടക്കുന്ന നെല്ലിക്ക. ഇതിൻ്റെ പുളിയും ചവർപ്പും ഒക്കെ മാറ്റിയെടുത്ത് നമുക്ക് വിവിധതരം വിഭവങ്ങളാക്കി നമുക്കിത് കഴിക്കാവുന്നതാണ്. എന്തായാലും നല്ല വിളഞ്ഞ് പാകമായി കിടക്കുന്ന കുറച്ച് നെല്ലിക്ക നമ്മളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു വിഷാംശമില്ലാത്ത നല്ല പാകമായി വന്ന നെല്ലിക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി നമുക്ക് സ്റ്റീമറിൽ വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം. ഓരോന്നിൻ്റെയും ഞെടുമ്പെല്ലാം വെച്ച് അതിൻ്റെ അകത്തെ വേസ്റ്റുകളെല്ലാം കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ആവി കൊള്ളിച്ച് പുഴുങ്ങിയെടുക്കാം. ഒരുപാട് സമയം ഇതിരുന്നാൽ വെന്ത് പോവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തീ ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉപ്പിലിടാം. ആവശ്യമായത് നമ്മളൊരു ഭരണിയിലാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കല്ലുപ്പും നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. കാന്താരിക്ക് പകരം നമ്മൾ പച്ചമുളക് ഇട്ടാലും മതിയാവും. ഇതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പും നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്ന വെള്ളം ചെറു ചൂടോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ആവിയിൽ ഒന്ന് വേവിച്ചെടുത്തതിനാൽ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്കയായി ഉപയോഗിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് വായു കടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ചിരുന്നാൽ ഏറെ നാളിത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ യാത്രയിലൊക്കെ ആകുമ്പോൾ വഴിയോരങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് നെല്ലിക്ക എടുത്ത് നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാം. എരിവും പുളിയും ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഈ തേൻ നെല്ലിക്ക ഇഷ്ടപ്പെടും. അതിനായി നമ്മൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ആവി കയറ്റിയ നെല്ലിക്ക തന്നെ എടുത്തതാണ്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഗ്രാമ്പു ഇട്ട് കൊടുത്തു. 1 സ്പൂണ് ഏലക്കയും നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. ശർക്കരയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മളിത് ഉരുക്കിയെടുത്തു. അതിനുശേഷം അരിച്ചെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ചെറിയ കുട്ടികളുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. ഇത് എയർ കടക്കാത്ത കണ്ടെയ്നറിലാക്കി നമ്മൾ അടച്ചു വെച്ചാൽ ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ തേൻ നെല്ലിക്കായും റെഡി ആയിട്ടുണ്ട്. നെല്ലിക്കയുടെ സീസൺ ആകുമ്പോൾ മാർക്കറ്റിലൊക്കെ ധാരാളമായി ഇത് വില കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ വാങ്ങി ഇതുപോലെ തേൻ നെല്ലിക്കായും ഉപ്പിലിട്ടതും അച്ചാറും ഒക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് അച്ചാർ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ മൺചട്ടി അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് അതിലേക്ക് കടുവും ഉലുവയും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കടുവും ഉലുവയും കുറച്ച് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കിതിലേക്ക് ഉപ്പും ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് നേരം ആവി കൊള്ളിച്ച നെല്ലിക്ക കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് കാലം ചീത്തയാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എയർ കയറാത്ത ചെറിയ ഭരണിയിലാക്കി നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ നമുക്ക് നെല്ലിക്ക വെച്ച വിവിധ തരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എരിവുള്ള നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്കയും നമ്മൾ എടുത്തിട്ടുണ്ട്. മധുരം, എരിവ്, പുളി എല്ലാം കൂടി കലർന്ന നമ്മുടെ നെല്ലിക്ക വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ നെല്ലിക്ക എവിടെ കണ്ടാലും വാങ്ങി നമുക്കിഷ്ടമുള്ള ഇതേപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിളാണിത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ